ഇപ്പൊ കൊണ്ടുവരാ പച്ചടി അവിടെ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഇതിലിട്ട പച്ചടി ഇല്ലാതെ എന്ത് സദ്യ? അപ്പൊ ഓണത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത നമ്മളെ പച്ചടി തന്നെയാണ് നമ്മളെ ഇന്നത്തെ വിഭവം. അപ്പൊ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഇവിടെ ഫുൾ വെള്ളരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി ഇങ്ങോട്ടെടുത്തോളി. അതാ കയ്യിൽ നിന്ന് പോയി. ഒന്ന് ഷോ കാണിച്ചാൽ നോക്കാതാണ് കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇതുപോലെ തൊലി കളഞ്ഞ് അരിഞ്ഞ് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരിയാണ്. ഇതിനി നമുക്ക് എന്ത് ചെയ്യാ, ഒരു കട്ടിയുള്ള ഒരു ഉരുളിച്ചട്ടിയിലേക്കാണ് ഞാൻ മാറ്റണത്. ഈ ചട്ടിന്റെ ഒരു വീക്ക്നെസ് ആട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ഇങ്ങോട്ട് വേവിച്ചെടുക്കണം. അപ്പൊ ഇതിലേക്ക് ആവശ്യമായ വെള്ളം, ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഇങ്ങോട്ട് വേവിച്ചെടുത്തോളി. ഇത് ഇവിടെ വെച്ചാൽ വെന്ത് വരൂല. അപ്പൊ അടുപ്പത്തോ ഗ്യാസ് മേലൊക്കെ കൊണ്ടുവച്ചോളി. അത് വേകണ നേരം നമുക്ക് 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇങ്ങോട്ട് ഇട്ടോളി. ഇതിലേക്ക് 2 പച്ചമുളക്, ഞാനിവിടെ ഒരു വലിയ പച്ചമുളകും ഒരു ചെറിയ പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. എരിവ് വരരുത്. ആരെങ്കിലും നല്ല എരിവുള്ള പച്ചടി കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ ആ പുളിയൊക്കെയാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യം ചെറിയ ജീരകം, ഞാനിവിടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ജീരകോ പൊടി എന്താ വെച്ചാൽ അങ്ങോട്ട് എടുത്തോളി. ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യം കടുകാണ്. കടുക് ആദ്യം ചേർത്ത് നല്ലോണം അരച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഒറ്റ കറക്കിയാൽ മതിയാകും. ഇപ്പൊ നമ്മളെ വെള്ളരി നന്നായി വെന്ത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി വെന്തിട്ടുണ്ടോന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കൂട്ട് ഇതിലേക്ക് ചേർക്കുക. ഇതിൽ വെള്ളമൊക്കെ കറക്റ്റാണ്, നിങ്ങൾ കാണുന്നില്ലേ? ഇനി ഇതിലേക്ക് വേറെ വെള്ളത്തിന്റെ ഒരാവശ്യമല്ല. അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം മോരാണ്. ഞാനിവിടെ ആവശ്യത്തിന് നല്ല പുളിയില്ല മോരെല്ലാം ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു പാകത്തെ പുളിയില്ല കട്ടിയുള്ള മോരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു 3/4 കപ്പോളം മോര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് കണ്ടില്ലേ, ആ ലൂസും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പച്ചടിയിൽ ഒരിക്കലും വെള്ളറരുത്. അത് ഇഴലിയിൽ ഇങ്ങോട്ട് ഇട്ടാൽ പിന്നെ അതവിടുന്ന് ഒലിച്ചു പോകരുത്. ആ ഒരു സ്റ്റേജിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് മറിയേണ്ട ഒന്നും ആവശ്യമല്ല. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാ, വേടിച്ചു വെക്കാവുന്നതാണ്. മോര് തിളച്ചാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതൊന്ന് വേടിച്ചു വെക്കുക. പിന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കേണ്ടതുണ്ട്. അതിനായി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചോളി. പിന്നെ എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക്, 1 ടീസ്പൂൺ കടുക്. ഇത് നന്നായി പൊട്ടിത്തെറിച്ചിങ്ങോട്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ തീയേറരുത്. ഇത് തീയേറിയോ എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓഫാക്കി. അപ്പം ഇതുപോലെ തീയൊന്നും ഏറാതെ വറ്റൽമുളകൊന്നും കരിഞ്ഞു പോകാതെ ഉണ്ടാക്കുക. പിന്നെ അതിലേക്ക് ആവശ്യം കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഇത് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് കണ്ടാൽ അറിയാലോ എത്രത്തോളം നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് ആ ലൂസും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനൊന്നും ആരും മറക്കരുത്. താങ്ക്